ഓൾ. ആദ്യമായിട്ടൊരു വ്ലോഗ് എടുക്കുകയാണ്. പല പ്രാവശ്യം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ വ്ലോഗ് എടുത്ത് വയ്ക്കാറുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഒന്നും അപ്ലോഡ് ആവാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വ്ലോഗ് എടുക്കുന്നത്. പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് മൈൻഡ്. സമയം രാവിലെ 4:15 വെളുപ്പാങ്കാലത്ത് ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് അസർബൈജാൻ ഒരു ട്രിപ്പ്, ഒരു 3-4 ദിവസത്തേക്കുള്ളത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളെല്ലാം വ്ളോഗ് എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങളെല്ലാം പോകെ കാണാം. വ്ളോഗ് എടുത്ത് ട്രാവൽ ഡീറ്റെയിൽസ് കാണിക്കേണ്ടതിന് പകരം ഒരുങ്ങുന്ന കെട്ടിയോനെയും കൊച്ചിനെയും കാണിക്കുന്നതിന് കമൻറ്റ് പറയുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഒരു 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അജ്മാനിലാണ്. അജ്മാൻ ടു എയർപോർട്ട് വരുമ്പോൾ ഒരു 1.25-2 മണിക്കൂർ ട്രാവലുണ്ട്. പക്ഷേ ഇതിപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയായിരുന്നു. പിന്നെ ഈ 3-4 ദിവസത്തേക്ക് ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ. അതായത് ഒരു 3-4 ദിവസത്തേക്ക് വേണ്ട എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ എയർപോർട്ടിലെല്ലാം എത്തി. ചെക്ക് ഇൻ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലേക്ക് കണക്കാണ്. 9:30-ക്കാണ് ഫ്ലൈറ്റ്. സോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ബാക്കി അവിടെ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ടാണെന്ന് തോന്നുന്നു അവിടെ ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞിന് അവിടെ എയർപോർട്ടിൽ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് അവൻ അങ്ങ് എൻഗേജ്ഡ് ആയിപ്പോയി. ഈ ആദ്യമായിട്ട് ആണ് ഇത്രയും വലുതായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന അവനെയും കൊണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഫ്ലൈറ്റിൽ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്നൊക്കെയുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ വിചാരിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ആൾ ഭയങ്കര കൂളായിരുന്നു. പിന്നെ ഈ റീൽസിലൊക്കെ കാണാറുണ്ട് കുഞ്ഞുങ്ങളെ ഫ്ലൈറ്റിൽ കയറ്റുന്നതിന് മുമ്പ് മാക്സിമം ഫുഡൊക്കെ കൊടുത്ത് വയറ് നിറച്ച് അവരെ എൻഗേജ്ഡ് ആക്കിയിട്ട് കയറ്റുകയാണെങ്കിൽ കിടന്നുറങ്ങിക്കോളും. അതുപോലെ തന്നെ ആളും കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫ്ലൈറ്റ് നമ്മൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ കുഞ്ഞിനെയും കൊണ്ട് പ്രത്യേകിച്ച് പോകുമ്പോൾ അവരുടെ ഒരു സ്കെഡ്യൂളൊക്കെ കൂടെ നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും തോന്നുന്നു. ആളുറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടും പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ കളിച്ച് അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. നാട്ടിലൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൗഡിൻ്റെ വിഷനൊന്നും അങ്ങനെ കിട്ടാറില്ല. 1-2 പ്രാവശ്യം കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പിന്നെയും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഈ കോട്ടൺ ക്യാൻഡി പോലുള്ള ക്ലൗഡ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അസർബൈജാൻ ലാൻഡായി. ഒരു 3 അവർ ഫ്ലൈറ്റാണ് ഉണ്ടായിരുന്നത്. UAE റെസിഡൻസിന് ഓൺ അറൈവൽ വിസ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വരുമ്പോൾ വിസ അവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കുഞ്ഞൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർ എപ്പോഴും വിസ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. അസർബൈജാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബാക്കുലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ, ഹൈദർ അലീവ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഡ്രൈവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ചെന്നിറങ്ങിയ പാടെ ചെറിയൊരു ചാറ്റൽ മഴയോട് കൂടിയിട്ട് നല്ലൊരു വെതറായിരുന്നു കേട്ടോ. അവിടെ സമ്മറാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 22 ഡിഗ്രി 24 ഡിഗ്രി അതൊക്കെയാണ് മാക്സിമം വരുന്നത്, ഈവൻ സമ്മറിൽ പോലും. ഇതാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ, ഈസ്റ്റ് ലെജൻഡ് ഹോട്ടൽ എന്ന് പറയുന്നത്. ചെറിയ ഹോട്ടലാണ്, 19 റൂംസ് വരുന്ന ചെറിയ ഹോട്ടൽ. പക്ഷേ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അകത്ത് കയറുമ്പോഴാണെങ്കിലും ചെറിയ പൂളും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മുന്തിരി പടർത്തിയതും ഒക്കെ കാണാൻ പറ്റും. റൂമാണെങ്കിലും ചെറുതാണ്, പക്ഷേ നല്ല കോസി ആയിട്ടുള്ള നല്ല റൂമാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും അത്യാവശ്യം നല്ലത് തന്നെയാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ തന്നെ അവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് റിഫ്രഷ്ഡ് ആയിട്ട് നമ്മളിത് ബാക്കു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. സമയം 6:15. പിന്നെ ഈ വെക്കേഷന് വരുമ്പോൾ ഹരിബറിയായിട്ട് എല്ലാ സ്ഥലങ്ങളും ലിസ്റ്റ് ചെയ്ത് അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ ശ്രമിക്കാറില്ല. നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാനാണ് ശ്രമിക്കാറ്, നമ്മുടെയും കൂടെ കൺവീനിയൻസ് നോക്കിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കിയിട്ടാണ് നമ്മളെല്ലാം സ്കെഡ്യൂൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് റിലാക്സ്ഡ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ അസർബൈജാൻ വന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളിലൊന്നാണ്. ഒന്ന് ഇവിടുത്തെ വെതർ, 2 കാണുമ്പോൾ തന്നെ ഭയങ്കര പച്ചപ്പായിരുന്നു. കഴിഞ്ഞ വർഷം കിർഗിസ്ഥാൻ പോയപ്പോഴത്തേക്കും കുറച്ച് ഒരു ഡ്രൈ ലാൻഡ് പോലെ തോന്നി. അത് ഇനി വേറെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളില്ലാഞ്ഞിട്ടാണോ എന്താ അറിയില്ല. പക്ഷേ കണ്ടിടത്തോളം ഇത്ര ഒരു ഗ്രീനറി അല്ലായിരുന്നു കിർഗിസ്ഥാൻ. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് അസർബൈജാൻ വന്നുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചും കൂടെ മൈൻഡ് റിലാക്സ്ഡ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ടാക്സി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ബുക്ക് ചെയ്തിട്ട്. അതിന് ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ടാക്സി ബുക്ക് ചെയ്യാൻ
പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ റെൻ്റ് കാർ എടുക്കാതെ പോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ആപ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ റെൻ്റ് കാർ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആദ്യത്തെ ദിവസം അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് റെൻ്റ് കാർ എടുത്ത് അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ കാണുന്നതാണ് നാഷണൽ ഫ്ലാഗ് സ്ക്വയറിലുള്ള 192 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതിൻ്റെ സൈസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന അസർബൈജാനി ഫ്ലാഗ്. ഇത് കാസ്പിയൻ സീനോടും ബാക്കു ബൊളിവാർഡിനോടും അടുത്തായിട്ട് കാണുന്നതാണ്. ആൻഡ് ടാക്സി ഇറങ്ങി ഈ കാണുന്നതാണ് ലിറ്റിൽ വെനീസ് അല്ലെങ്കിൽ മിനി വെനീസ് എന്ന് അറിയപ്പെടുന്നത് ബാക്കുവിലുള്ളത്. ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ കനാൽ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ഇറ്റലിയിലെ കനാൽസ് ഓഫ് വെനീസ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ ബോട്ടുകളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകുന്നതാണ്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട് ഈവനിങ്ങിൽ ആണ് കുറച്ചും സോഫ്റ്റ് ലൈറ്റൊക്കെ വന്നിട്ട് അപ്പോഴാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ഈ മെയിൻ അട്രാക്ഷൻസ് ബാക്കുവിൻ്റെ എല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ദെൻ അങ്ങനെ കറങ്ങി അങ്ങ് പോവുക ചെയ്തത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫേമസ് ലാൻഡ്മാർക്കാണ് ഈ കാണുന്നത് സ്വാൻസ് ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഇത് ഒരു നിസാമി ജഞ്ചവി എന്നാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ആ ഒരു പോയറ്റിൻ്റെ 7 ബ്യൂട്ടീസ് എന്ന് പറയുന്ന പോയറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു 7 സ്വാൻസ് ആണ് വരുന്നത്, നാച്ചുറൽ സ്റ്റോണിൽ ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്. പറയുന്ന സ്വാൻസ് ഫൗണ്ടെയിനും ബാക്കി അട്രാക്ഷൻസ് എല്ലാം വരുന്നത് കാസ്പിയൻ സീൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസുമാണ്. സോ ക്ലൈമറ്റും കൂടെ നല്ലതാണെന്നുണ്ടെങ്കിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാം. ആൻഡ് എല്ലാത്തിലും കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒന്നിലും അങ്ങനെ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്തുനിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. ഇതിൽ ആക്ച്വലി കാർപ്പറ്റ് മ്യൂസിയം അസർബൈജാൻ്റെ റിച്ച് വീവിങ് ട്രഡീഷനെ സിംബലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്ലെയിം ടവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഹിസ്റ്റോറിക്കൽ കണക്ഷൻ ടു ഫയർ അതിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. ഇതിൽ ഫ്ലെയിം ടവറൊക്കെ കുറച്ചും കൂടെ കാണാൻ ഭംഗി രാത്രിയിലാണ്, ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് രാത്രി ആകാനും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. മീൻസ് ഇരുട്ടാവുന്നത് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 7:11 പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ വൈകുന്നേരങ്ങളിൽ ഉള്ള ആ ഒരു വെളിച്ചമൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ മരുഭൂമിയിൽ പച്ചപ്പും ഹരിതാപവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ കുഞ്ഞിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. പുള്ളി ആർമാദിച്ച് കുറേ നേരം അവിടെ കളിച്ചിരിച്ച് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു കോഫി ഷോപ്പ് കണ്ടത്, കോഫീലി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ എല്ലാവരും ഇരുന്ന് കുടിക്കുന്നത് കണ്ടപ്പോൾ ചായയും കോഫിയും എന്തെങ്കിലുമൊക്കെ നമുക്കും കയറി ഇരുന്ന് കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അതിനകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ കുറേ നാളായി നോട്ടായിട്ട് വെച്ചിരുന്നൊരു സാധനം കണ്ടത്. എന്താണെന്നില്ലേ, മാച്ച ലാറ്റെ. പലരും ടേസ്റ്റ് ചെയ്ത് ഓരോ സ്റ്റാറ്റസ് ഇട്ടും റീൽസ് ഇട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാച്ച ലവേഴ്സാണ്, മാച്ച സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കയറി കുടിക്കാൻ നോക്കിയത്. സത്യം പറയാലോ, മൈലാഞ്ചി വെള്ളം കലക്കി കുടിക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇഷ്ടമുള്ളവർ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അതെങ്ങനെയൊക്കെയോ പകുതി കുടിച്ചിറക്കി ബാക്കി അവിടെ വെച്ച് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഈ കാണുന്ന കാസ്പിയൻ സീൻ്റെ തീരത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു. അവിടെ അങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേ നോക്കുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോട്ടസ് ഷേപ്പിൽ വരുന്ന നമ്മുടെ ഡെനിസ് മോൾ. ഇവിടുത്തെ ഫേമസ് മോളാണെന്നാണ് പറയപ്പെടുന്നത്. മോള് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ കുറച്ച് ലേശം കൗതുകത്തിനകത്തേക്കൊക്കെ കയറി ഒന്ന് ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇഷ്ടംപോലെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ബ്രാൻഡ് ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചിറങ്ങി നമ്മുടെ നേരത്തെ പറഞ്ഞ ബോൾട്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് ടാക്സി ബുക്ക് ചെയ്ത് നേരെ നമ്മൾ റെൻ്റ് കാർ എടുക്കാൻ പോവാണ്. പകൽ കാണുന്ന പച്ചപ്പും ഹരിതാപവും ഉള്ള ആ ഒരു ലുക്കിനെ കോൺട്രാസ്റ്റ് ആയിട്ടായിരുന്നു നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ബാക്കുവിൻ്റെ. ഭയങ്കര ഭംഗിയായിരുന്നു നൈറ്റിൽ കാണാനായിട്ട്. ഫുൾ വാം ലൈറ്റായിട്ട് ഹിസ്റ്റോറിക് ബിൽഡിങ്സിൽ ആ വാം ലൈറ്റ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഹിസ്റ്റോറിക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ടച്ച് വരുന്ന രീതിക്ക് അതിൻ്റെ താത്വികമായി പറയാൻ എനിക്കറിവില്ലാത്തതുകൊണ്ട് അങ്ങനൊരു പദം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ എത്ര ഓൾഡ് ബിൽഡിങ്സ് ആണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ബാക്കു ടൗൺ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ റെൻ്റ് കാർ എടുക്കാൻ പോകുന്നത് നിസാമി സ്ട്രീറ്റിലുള്ള ഒരു ബെസ്റ്റ് റെൻ്റ് കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ അടുത്തു നിന്നാണ്. ഈ നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ടൗണിലെ നൈറ്റ് ലൈഫിനെ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് വാക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടിയാണ് നിസാമി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാൻസ് ഫൗണ്ടെയിൻ്റെ ഒരു പോയറ്റിനെ ഇൻസ്പയർഡ് ആയിട്ടാണത് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പോയറ്റിൻ്റെ പേരാണ് ഈ സ്ട്രീറ്റിനും വരുന്നത്, നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി ഇന്ന് ഈ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഇല്ല. നമ്മളിത് ലാസ്റ്റ് ഡേയിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, കഫേസ്
ഒത്തിരി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ലാസ്റ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലാസ്റ്റിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ല. വരിക, റെൻ്റ് കാർ എടുക്കുക, എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുക, പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാർ. ആക്ച്വലി ഇതല്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആ കാറിൻ്റെ അൺഅവൈലബിലിറ്റി കൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നാണ് നമുക്കിത്. സെയിം റേറ്റിന് തന്നെ. നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ ഈ റെൻ്റ് കാർ ആളുടെ. ഓഫീസ് വരുന്നത് ഇവരുടെ നിസാമി സ്ട്രീറ്റിലാണെങ്കിലും കാറുണ്ടായിരുന്ന കുറച്ച് ദൂരെ ആയതുകൊണ്ട് ആളെന്നെ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് കാർ തന്ന് നമ്മളതേ കാറെടുത്ത് പോവാണ്. പോകുമ്പോൾ ഈ നേരെ കാണുന്ന കുറച്ച് റെഡിഷ് ആയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയിം ടവേഴ്സിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിരുന്നെങ്കിലും നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ നമ്മുടെ റൂട്ട് വേറെയായിരുന്നു. ആൻഡ് നമ്മൾ സ്കിപ്പ് ചെയ്തൊരു സാധനമാണ് ഈ കാണുന്ന ജൈൻ വീൽ പോലത്തെ ബാക്കു ഐ എന്ന് പറയുന്നത്. ഇതും വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻസ് ആണ്, പക്ഷെ നമുക്ക് ടൈമില്ലാഞ്ഞുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നേരെ പോയി ഫുഡും കഴിച്ച് ഇന്നത്തെ വ്ളോഗ് അങ്ങനെ അവസാനിക്കുകയാണ്. ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ച് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഡേ 2 കാണാം. ബൈ.